വിളക്ക് പോലെ ഇങ്ങനെ കത്തിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ജി രാമചന്ദ്രൻ മെമ്മോറിയൽ, ജയലളിത മെമ്മോറിയൽ, ടാറ്റു ഒക്കെ ചെയ്യുന്ന കുറേ ഇതൊക്കെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ എവിടാ പോയതെന്നറിയോ? നമ്മൾ മറീന ബീച്ചിലാണ് പോയത്, ചെന്നൈയിലെ. ഞങ്ങൾ മ്യൂസിയത്തിൽ നേരെ ഓട്ടോയിൽ കയറിയിട്ട് ഇങ്ങോട്ടേക്കാണ് പോയത്. ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള രണ്ടാമത്തെ വലുതുമായ നഗര ബീച്ചാണ് മറീന ബീച്ച്. അത് ഞങ്ങൾ പോയ ദിവസം എന്താണെന്നറിയോ? സൺഡേ ആയിരുന്നു ഗൈസ്. ഭയങ്കര തിരക്കായിരുന്നു. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്. അവിടെ നിൽക്കാൻ പറ്റൂലായിരുന്നു. എന്നിട്ട് ഇവിടെ സബ്വേ ഒക്കെ ഉണ്ട്, അതിൽ കൂടെയാണ് അപ്പുറത്തോട്ട് പോകുന്നത്. അല്ലാതെ റോഡ് ക്രോസ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഈ ബീച്ചിനെ വേറൊരു പേരിൽ അറിയപ്പെടുവേ, മദേഴ്സ് ബീച്ച് എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ ഒരുപാട് ഷോപ്സൊക്കെ ഉണ്ട്, ലോക്കൽ ഷോപ്സ്. ഒരുപാട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്താണെന്നറിയില്ല, ഇതെല്ലാം കൂടെ കണ്ട് തിരക്കും ഒക്കെ ആയതുകൊണ്ട് ഒന്നും മേടിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചെന്നൈയിലെ എനിക്ക് മെയിനായിട്ട് എൻ്റെ മനസ്സിൽ വരുന്ന ഇങ്ങനത്തെ ബിൽഡിംഗ് സ്ട്രക്ചറാണ്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഈ ബീച്ചിലാണ് തമിഴ്നാട്ടിലെ ലീഡേഴ്സിൻ്റെ മെമ്മോറിയൽസ് ഒക്കെ വെച്ചിരിക്കുന്നത്. MG രാമചന്ദ്രൻ മെമ്മോറിയൽ, ജയലളിത മെമ്മോറിയൽ, ഇവരുടെ രണ്ടുപേരുടെയും കൂടാതെ വേറെ 2 മെമ്മോറിയൽസ് കൂടി അവിടെയുണ്ട്. നമ്മൾ കയറി ചെല്ലുമ്പോഴേ ഇവരുടെ രണ്ടുപേരുടെയും സ്റ്റാച്ചു ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നു പോവാണ്. ഇവരുടെ മെമ്മോറിയൽസിലേക്ക് 2 സെപ്പറേറ്റ് ആയിട്ടാണ് വെക്കുന്നത്. ആദ്യം കാണുന്നതാണ് MGRൻ്റെ മെമ്മോറിയൽ. അതിൻ്റെ അപ്പുറത്ത് തൊട്ട് പുറകായിട്ട് ജയലളിത മാമിൻ്റെ മെമ്മോറിയലാണ് ഉള്ളത്. ഇവരെ രണ്ടുപേരെ പറ്റി പറയാനാണെങ്കിൽ നല്ല 2 ലീഡേഴ്സായിരുന്നേ. ഒരുപാട് ആൾക്കാർ ഇത് കാണാൻ വേണ്ടിയിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട്. പിന്നെ നല്ലൊരു പ്ലേസ് ആയിരുന്നു, നല്ല രസമായിരുന്നു അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. അതായത് ആ കടലിൻ്റെ കാറ്റൊക്കെ അടിച്ച് ചെറിയൊരു തണുപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നേ. അതിനകത്തോട്ട് കയറാൻ തന്നെ ആ പില്ലേഴ്സൊക്കെ വെച്ചേക്കുന്നുണ്ട്, നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇവിടെയാണ് MGR സാറിനെ അടക്കം ചെയ്തേക്കുന്നത്. അവിടെ ഒരു വിളക്ക് പോലെ ഇങ്ങനെ കത്തിച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഫോട്ടോയുടെയൊക്കെ ഫ്രണ്ടിൽ. അവർ നല്ല രീതിയിൽ അത് പൂവൊക്കെ ഇട്ട് നല്ല രീതിയിൽ തന്നെയാണ് അത് വെച്ചേക്കുന്നത്. അതിൻ്റെ സന്ധ്യയായി തുടങ്ങിയായിരുന്നു, ഇരുട്ടി ഇങ്ങനെ. കാരണം ഞങ്ങൾക്ക് ബീച്ചിലോട്ട് ഇനിയും പോകണം. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്നത് കണ്ടിട്ട് ജയലളിത മാമിൻ്റെ മെമ്മോറിയൽസിലേക്ക് കയറാൻ പോവുകയാണ്. ആ കയറി ചെല്ലുമ്പോൾ തന്നെ ആ ഒരു ഫോട്ടോ മെയിൻ അട്രാക്ഷൻ. ആ കയറി ചെല്ലുമ്പോൾ തന്നെ ആ വെട്ടമൊക്കെ അടിക്കുമ്പോൾ നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ദ ക്വീൻ ഓഫ് തമിഴ് ഫിലിം ഇൻഡസ്ട്രി എന്നാണ് ജയലളിത മാമിനെ അറിയപ്പെടുന്നത്. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടിങ്ങനെ ഇറങ്ങി ഗൈസ്. അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ വിചാരിച്ചു ബീച്ചിലേക്ക് പോകാമെന്ന്. ബീച്ചിലേക്ക് പോകുന്ന വഴി ഒരുപാട് കടക്കാർ ഇങ്ങനെ കയ്യിൽ PP അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിട്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ സാധനമൊക്കെ അതിന് ഇടയ്ക്കൂടെ പോകാൻ വേണ്ടി കുറേ ബുദ്ധിമുട്ടാണ്. ഒരുപാട് സാധനങ്ങൾ, ഗേൾസിനൊക്കെ പറ്റിയ ഒരുപാട് സാധനങ്ങൾ, പിന്നെ ടാറ്റു ഒക്കെ ചെയ്യുന്ന കുറേ ഇതൊക്കെ. അത് ഇത്ര സേഫാണോ എന്താണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ കുറേ ഷോപ്സും കണ്ടിരുന്നു. പിന്നെ അങ്ങ് വരെ പോയപ്പോഴത്തേനും ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് തിരിച്ചു പോകാമെന്ന്. കാരണം അതുമാതിരി ഇടിയായിരുന്നു. പിന്നെ ഞങ്ങൾ ഓട്ടോയിൽ കയറി. ഇവിടുത്തെ ഓട്ടോയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഒത്തിരി പേരെ ഇരുത്തും. നമ്മൾ പുറകിലും ഒക്കെ ആയിട്ട് കയറി ഇരുത്തും. എന്നിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവിട്ടു. ഇവിടെ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി ഡിവൈഡർ ഉള്ളത് കൊണ്ട് ഇങ്ങനെ സിഗ്നലിൻ്റെ അവിടെ വന്ന് വേണമായിരുന്നു നടക്കാൻ, പക്ഷേ ഇപ്പുറം കിടക്കാൻ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നടന്നു ഇപ്പുറം വന്നു. ഇനി നല്ല വിശക്കുന്നുണ്ട്, എന്തെങ്കിലും നല്ലതായിട്ട് കഴിക്കണം. ഞങ്ങൾ കേരള ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ ഒരു കേരള ഹോട്ടലിലാണ് കയറിയത്. പക്ഷേ അതെല്ലാം ഒരു തമിഴ് ടച്ചായിരുന്നു ഗൈസ്. ആ സ്റ്റേഷൻ്റെ റൈറ്റ് സൈഡിലാണ് നമ്മൾ കഴിക്കാൻ വേണ്ടി പോയത്. എന്നിട്ട് സ്റ്റേഷനിലോട്ട് ഇങ്ങനെ നടന്ന് പോവുകയാണ്. ഞങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 11:30-12 മണിയാകുമ്പോഴേ ഞങ്ങൾക്ക് ട്രെയിനുള്ളൂ. അതുവരെ ഞങ്ങളിവിടെ സമയം കളയണം. ഞങ്ങളൊരു 7 മണി 8 മണി ആയപ്പോഴത്തേനും ഇവിടെ വന്നു. എന്നിട്ട് കുറേ നേരം ഇതിൻ്റെയൊക്കെ ഭംഗിയൊക്കെ കണ്ട് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത്. ഇത് ഏതാണെന്നറിയോ നിങ്ങൾക്ക്? റെയിൽവേ സ്റ്റേഷൻ മദ്രാസി പട്ടണം മൂവി ഷൂട്ട് ചെയ്ത സ്റ്റേഷനാണ്. ഞാനൊരു 3-4 തവണ എൻ്റെ ചാനലിൽ തന്നെ ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്റ്റേഷൻ. കാരണം എനിക്ക് ആ മൂവി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ്. ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. അതിലെ പാട്ടില്ലേ, പൂക്കൾ പൂക്കും തരുണം വാരുയിരേ പാർത്തതാരുമില്ലയേ. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സോങ്ങാണ്. പിന്നെ ഇവർ ഈ ട്രൈ കളർ ഡെമോൺസ്ട്രേഷനിലൊക്കെയാണ് ആ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അവിടെ ഒരു ഇതൊക്കെ, അത് നമുക്ക് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പേസൊക്കെ അവിടെ ഉണ്ട്, ഒരു ഗാർഡൻ ഏരിയ പോലെ തന്നെ. എന്നിട്ട് അങ്ങ് കാണുന്നൊരു ബിൽഡിങ്ങിൽ ഒരു ഗോൾഡൻ ലൈറ്റൊക്കെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ അന്ന് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങോട്ട് പോകാമെന്ന് വെച്ചാൽ ഭയങ്കര ദൂരം. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് നടന്ന് ഇങ്ങ് പോകുന്നു ഗൈസ്.
ഇതെന്തോ പോലീസ് സ്റ്റേഷൻ എന്തോ ആണെന്നാണ് തോന്നുന്നത്, കറക്റ്റ് എന്താണെന്ന് അറിയില്ല. നല്ല തിരക്കുണ്ടായിരുന്നു സ്റ്റേഷനിൽ. അവിടെ എല്ലാവരും ഇങ്ങനെ കിടന്നൊക്കെ ഉറങ്ങുമായിരുന്നു, നിറച്ച് ആളുകളായിരുന്നു. ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള എല്ലാവരും ഓരോരുത്തർ സ്ഥലങ്ങളിൽ പോകാൻ വേണ്ടിയിട്ടുള്ള തിരക്കായിരുന്നു. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഇതാണ് ലാസ്റ്റ് സ്റ്റേഷൻ, ട്രെയിൻ ഇവിടെ വരെ ഉള്ളൂ. എവിടുന്ന് വരുന്ന ട്രെയിൻ ആണേലും ഇവിടെ വന്നാണ് നിൽക്കുന്നത്, വേറെ അങ്ങോട്ട് പോകുന്നത്. അവിടെ ഒരു സൂത്രം കണ്ടില്ലേ, അതിലിടിച്ചാണ് ഈ ട്രെയിൻ നിർത്തുന്നത് വേണ്ടിയിട്ട്. കുറേ പഴക്കം ചെന്ന റെയിൽവേ സ്റ്റേഷനാണ്, അതായത് ബ്രിട്ടീഷുകാരുള്ള കാലഘട്ടത്തിൽ പണിത റെയിൽവേ സ്റ്റേഷനാണ്. ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിൻ എപ്പോൾ വരുമെന്ന് ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. അങ്ങനെ അറ്റ് ലാസ്റ്റ് അത് വന്നു ഗൈസ്, ട്രെയിൻ വന്നപ്പോൾ എന്താ നിറയെ അയ്യപ്പന്മാരായിരുന്നു. ഈ വൃശ്ചിക മാസം ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ വഴി പോയപ്പോൾ പന്നി അതിനെയൊക്കെ കാണാൻ പറ്റും. അടുത്ത സ്റ്റോപ്പിലാണ്. അങ്ങനെ കായംകുളത്ത് ഇറങ്ങിയിട്ട് നേരെ വീട്ടിൽ പോയി. അല്ലെങ്കിലും വീട്ടിൽ വരുമ്പോൾ ഒരു സമാധാനമാണ് ഗൈസ്. അപ്പോൾ ഓക്കേടാ, അടുത്ത വീഡിയോ കാണാം.